of a square എന്നുള്ളതാണ്. റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയറും റിജിഡ് മോഷൻസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിളും നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിജിഡ് മോഷൻസ് ഓഫ് എ റെഗുലർ പോളിഗൺ ആണ്. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റെഗുലർ ത്രീഗൺ ആണ്, സ്ക്വയർ എന്ന് പറയുന്നത് റെഗുലർ ഫോർഗൺ ആണ്. അപ്പോൾ ജനറലി റെഗുലർ പോളിഗൺ ആവുമ്പോൾ അതിൻ്റെ റിജിഡ് മോഷൻസ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടായി സ്ക്വയർ ആവുമ്പോൾ റിജിഡ് മോഷൻസിന്റെ എണ്ണം 8 ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവുമ്പോൾ റിജിഡ് മോഷൻസിന്റെ എണ്ണം 6 ആണ്. അതിന് നമ്മൾ കാരണവും പറയേണ്ടായി. ഇപ്പോൾ സ്ക്വയർ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 വെർട്ടീസസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 4 പോസിബിലിറ്റീസ്, 4 ചാൻസസും അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 വെർട്ടീസസ് ആണ് വരിക. അപ്പോൾ അതിന് നമുക്ക് കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം 4 × 2 8 കിട്ടും. അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ 3 വെർട്ടീസസും അഡ്ജസ്റ്റന്റ് വെർട്ടീസസിന്റെ എണ്ണം 2 ആയതുകൊണ്ട് 3 × 2 6 എന്ന് വരും. അപ്പോൾ ജനറലി റെഗുലർ എൻ ഗൺ ആണെന്നുണ്ടെങ്കിൽ n വെർട്ടീസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊസിഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് n ചോയ്സസ് ഉണ്ടായിരിക്കും. അഡ്ജസ്റ്റന്റ് വെർട്ടീസസിന്റെ എണ്ണം 2 തന്നെ ആയതുകൊണ്ട് നമുക്ക് ടോട്ടലി there will be 2n റിജിഡ് മോഷൻസ് എന്ന് കാണാനായിട്ട് കഴിയും. മറ്റൊരു ഒബ്സർവേഷൻ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി അത് നമ്മൾ നൊട്ടേഷൻ കൊടുത്തത് 1 2 3 4 എന്നാണ്. അതായത് ദ വെർട്ടെക്സ് which originally occupying the position 1 will be moved to 2, 2 will be moved to 3, 3 will be moved to 4 and 4 will be moved to 1 എന്നുള്ളതാണ്. ഇതാണ് ഗിവൺ പൊസിഷൻ. അതിന് 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടത്തുമ്പോൾ 1 will move to 2, 2 will move to 3, 3 will move to 4 and 4 will move to the position of 1. That is what you mean by this. അതിന് നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു. And you have a flip about this vertical axis. Vertical axisൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 3ഉം അതിൻ്റെ പൊസിഷനിൽ തന്നെ ഇരിക്കും. 2ഉം 4ഉം പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. സോ വി ഡിനോട്ട് ഇറ്റ് ബൈ 2 4. സോ ദാറ്റ് ഈസ് ഫ്ലിപ്പ് അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. അതിന് നമ്മൾ B എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. A⁴ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി, A² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൊട്ടേഷൻ ബൈ 180 ഡിഗ്രി കിട്ടും. അതായത് അത് 1324 എന്നുള്ള നൊട്ടേഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. A³ എന്ന് പറയുമ്പോൾ A 3 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ടൈംസ് 90 ഡിഗ്രി റൊട്ടേഷൻ നടത്തി കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് റൊട്ടേഷൻ ബൈ 270 ഡിഗ്രി വിച്ച് ഈസ് ദിസ് നൊട്ടേഷൻ 1432. ആൻഡ് A⁴ you get rotation by 360 degree which will be the identity permutation. That is ആദ്യത്തെ പൊസിഷനിൽ തന്നെ അത് തിരിച്ചു വരും. Is that clear? Yes sir. അപ്പോ ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നപ്പോൾ നമ്മൾ ഇതേ റൊട്ടേഷൻ ബൈ 120 ഡിഗ്രിയെ നിങ്ങൾ A എന്ന് വിളിച്ചു കഴിഞ്ഞാൽ A² എന്ന് പറയുന്നത് റൊട്ടേഷൻ ബൈ 240 ഡിഗ്രി ആണെന്നും A³ എന്ന് പറയുന്നത് റൊട്ടേഷൻ ബൈ 360 ഡിഗ്രി ആണെന്നും അതായത് A³ എന്നുള്ളത് ഐഡന്റിറ്റി ആണെന്നും കിട്ടും. Am I right? Yes sir. അപ്പോൾ നമുക്ക് ജനറലി റെഗുലർ എൻ ഗൺ ആണ് എങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് എത്ര ഡിഗ്രി ആയിരിക്കണം? 360 by n. വെരി ഗുഡ്. യാ, ഇറ്റ് വിൽ ബി 360 by n ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 360 by n ഡിഗ്രി കൊണ്ടുള്ള റൊട്ടേഷനെ നാം A എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ A എന്താ വരിക? കൻ യു സേ വാട്ട് വിൽ ബി A? നിങ്ങൾ 1 2 etc n ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ A എന്ത് വരും? 1 2 3 4 etc. Yeah, exactly. That is A will be, the notation can be given as 1 2 3 etc n എന്ന് കൊടുക്കാൻ പറ്റും. അതായത് 1 2ന്റെ പൊസിഷനിലേക്ക് മാറും, 2 3യുടെ പൊസിഷനിലേക്ക് മാറും, എക്സെട്ര n-1 n-ന്റെ പൊസിഷനിലേക്കും n 1 ഇരിക്കുന്ന പൊസിഷനിലേക്കും മാറും. ഓക്കെ, അതായത് this is in fact rotation by 360 by n degrees. Okay, so what you can see is that
എ റേസ് ടു, അപ്പൊ നേരത്തെ റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി അല്ലെങ്കിൽ റിജിഡ്, ഇത് ഞാൻ പറയുന്നത് റിജിഡ്, I want to generalize rigid motions of a regular n gun, n side ഉള്ള rigid motions of a regular n gun. So rigid motions of a square ആയിരുന്നപ്പോൾ നമുക്ക് a raised to 4 ഐഡന്റിറ്റി ആണെന്ന് കിട്ടി. rigid motions of an equilateral triangle ആയിരുന്നപ്പോൾ നമുക്ക് a cube equal to ഐഡന്റിറ്റി പെർമുട്ടേഷൻ കിട്ടി. ഇവിടെ 360 ഡിഗ്രി ബൈ n ആണ് നമ്മൾ, അല്ലെങ്കിൽ 360 ബൈ n ഡിഗ്രി ആണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. അത് 360 ഡിഗ്രിയിലേക്ക് ആവാൻ എത്ര ടൈംസ് നമ്മൾ a അപ്ലൈ ചെയ്യണം? n times. You see that a raised to n will be the identity permutation. Okay, fine. അപ്പോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് കണ്ടു. റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയറിലേക്ക് മടങ്ങി വരികയാണ് കേട്ടോ. ഓക്കെ, എ ക്യൂബ് ഇതാണ്, എ റേസ് ടു 4 ഐഡന്റിറ്റി ആണ്. നൗ ലുക്ക് അറ്റ് ബി. ബി എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ നമുക്ക് 2ഉം 4ഉം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. അതേ ഓപ്പറേഷൻ തന്നെ ഒരു തവണ കൂടി നടത്തി എന്ത് സംഭവിക്കും? അതെ, 2ഉം 4ഉം അവരുടെ യഥാർത്ഥ പൊസിഷനിലേക്ക് തിരിച്ചെത്തും. എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി ആണ് എന്ന് കിട്ടും. 2 തവണ ഒരേ ആക്സിസിൽ തന്നെ നമ്മൾ 2 തവണ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതൊന്ന് പരിശോധിക്കൂ. 1 2 3 4 എന്ന പൊസിഷനിൽ ഇരുന്നതിൽ നമ്മൾ ബി അപ്ലൈ ചെയ്താൽ, അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആക്സിസിലുള്ള ഫ്ലിപ്പാണ്. Am I right? Yes. അപ്പൊ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ 2ഉം 4ഉം പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പൊസിഷനല്ലേ കിട്ടുക? അതെ സർ. ഇനി അതിനകത്ത് എ അപ്ലൈ ചെയ്യണം. എ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. നോക്കൂ, ഇത് സ്ക്വയർ ആണ് കേട്ടോ ഞാൻ വരച്ചത്, വരയുടെ പോരായ്മ കൊണ്ട് അങ്ങനെ അയക്കുന്നതാണ്. എനിവേ 90 ഡിഗ്രി ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, 1 ഇങ്ങോട്ട് മൂവ് ആവും. അതാണ് ഞാൻ ഇവിടെ 1 എഴുതിയേക്കുന്നത്. 4 ഇങ്ങോട്ട് മൂവ് ആവും, 3 ഇങ്ങോട്ട് വരും, 2 ഇങ്ങോട്ട് വരും. So you will be getting this. Am I right? ഇത് നമുക്ക് അവസാനം കിട്ടിയത് അപ്പൊ എന്താണ് യഥാർത്ഥത്തില്? ദിസ് ഈസ് ബൈ ദ നൊട്ടേഷൻ 1 3 2 4 എന്നുള്ള നൊട്ടേഷൻ ആണ് കൊടുക്കുക. ഐ എം സോറി, 1 2 3 4. 1ഉം 2ഉം പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, 3ഉം 4ഉം പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതായത് ഈ ഡയഗണലിലുള്ള ഫ്ലിപ്പ് ആയിരിക്കും. അതായത് ഇതിനകത്ത് ഈ ഡയഗണലിലുള്ള ഫ്ലിപ്പ് കേട്ടോ. അതാണ് 1ഉം 2ഉം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നത്. കാണാൻ കഴിയുന്നില്ലേ? ഞാനിങ്ങനെ കേഴ്സർ മൂവ് ചെയ്യുന്നത് കാണുന്നില്ലേ? അപ്പോ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറയുന്നത് ഫ്ലിപ്പ് അബൌട്ട് ദിസ് ഡയഗണൽ എന്ന് കിട്ടും. ദിസ് ഡയഗണൽ. Is that okay? Okay, sir. ഇനി നമ്മൾ അതുപോലെ നോക്കുകയാണ്. അടുത്തിൽ നമ്മൾ നോക്കുന്നത് എ സ്ക്വയർ ബി ആണ്. അപ്പോൾ നമ്മൾ എ സ്ക്വയർ ബി എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിന് എ ബി എന്നാണ് കേട്ടോ എഴുതുന്നത്, ബി എ എന്നല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എഴുതുമ്പോൾ എ ബി എന്ന് എഴുതുമ്പോൾ ആദ്യം ബി പെർഫോം ചെയ്യുന്നു, എന്നിട്ട് എ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പഴയ നൊട്ടേഷൻ പ്രകാരമുള്ള മീനിങ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബി എ എന്ന് എഴുതാതെ എ ബി എന്ന് എഴുതിയത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ എ സ്ക്വയർ ബി ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ എ സ്ക്വയർ ബി ചെയ്യാനായിട്ട് എ ബി ദാ ഇവിടം വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് വരെ ഒന്നുമില്ല. ഇവിടുന്ന് ദാ ബി പ്രകാരം എങ്ങനെ കിട്ടി? അത് നേരത്തെ കിട്ടിയ പോലെ തന്നെ അത് എ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഒരു തവണ കൂടി എ അപ്ലൈ ചെയ്താൽ എന്ത് വരും? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം ഇതിനെ. അപ്പൊ നമുക്ക് എന്താവും? 1 ദാ ഈ പൊസിഷനിലാവും, 4 ഇങ്ങോട്ട് വരും, 3 ഇങ്ങോട്ട് വരും, 2 ഇങ്ങോട്ട് വരും. അതാണ് ഈ കിട്ടിയിട്ടുള്ളത്. Am I right? Yes sir. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നും 4നും പൊസിഷൻ ചേഞ്ച് ഇല്ല. 1ഉം 3യും തുടങ്ങിയെടുത്തുള്ളതാ ഈ ഫിഗറിന്റെ ഇതിനുള്ള വ്യത്യാസമാണോ ഞാൻ പറയണത് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ
ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ഫ്ലിപ്പാണ് കിട്ടുക. am I right? Yes, sir. Yes, sir. അതായത് എ സ്ക്വയർ ബി എന്ന് പറയുന്നത് നമുക്ക് 1/3 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫ്ലിപ്പ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, നൗ ഇനി എ ക്യൂബ് ബി എന്താണെന്നാണ് നോക്കുന്നത്. എ ബി കണ്ടു, എ സ്ക്വയർ ബി കണ്ടു, ഇനി എ ക്യൂബ് ബി. അപ്പോൾ എ സ്ക്വയർ ബി ഇതാ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടും. ദാ ഈ സ്റ്റെപ്പാണ് ഞാൻ ഒറ്റയടിക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ എ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 മൂവ് ടു ദിസ് പൊസിഷൻ, 4 മൂവ് ടു ദിസ് പൊസിഷൻ, 3 മൂവ്സ് ടു ദിസ് പൊസിഷൻ ആൻഡ് 2 മൂവ്സ് ടു ദിസ് പൊസിഷൻ. അതായത് യു വിൽ ബി ഗെറ്റിംഗ് ദിസ്. ആൻഡ് ഹൂ ഈസ് ദിസ്? ഇതെന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇതെന്താണത്? ഒറിജിനലുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? എന്ത് ചെയ്യുമ്പോൾ കിട്ടണതാണിത്? Diagonally flip ചെയ്യും. ഏത് ഡയഗണല്? ഈ ഡയഗണൽ. ഐ സോറി, ഐ വിൽ ഡ്രോ ഹിയർ ദിസ് ഡയഗണൽ അല്ലേ? 1ഉം 4ഉം ഇന്റർചേഞ്ച് ചെയ്യും, 2ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്യും. am I right? Is that okay? Yes, sir. So what you get is that a cube b will be flip about the other diagonal. In fact, you see that all the elements are obtained now. Is it so? നമുക്ക് അറിയാം ഈ റിജിഡ് മോഷൻസ് 8 എണ്ണാണുള്ളത് സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ 8 എണ്ണം കിട്ടിക്കഴിഞ്ഞു. എ ബി എ സ്ക്വയർ എ ക്യൂബ്, then you get ab, then you get a square b, and you get a cube b. You get all those 8 എണ്ണം കിട്ടി. ഫ്ലിപ്പ് അബൌട്ട് ഡയഗണൽ, ഫ്ലിപ്പ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്, ഫ്ലിപ്പ് അബൌട്ട് ദ അതർ ഡയഗണൽ, and rotation by 270, rotation by 180 degree, then flip about the vertical axis and the rotation by 90 degree. ഇതാണ് 8 റിജിഡ് മോഷൻസ് സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഈ ബി എ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ദാ ബി എ എന്താണെന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നു. ബി എ എന്ന് പറയുന്നത് ദാ ഇങ്ങനെ കിട്ടും. ബി എ എന്ന് പറയുമ്പോൾ ആദ്യം എ അപ്ലൈ ചെയ്യും, അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യും. വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, 2 4 അങ്ങനെ തന്നെ നിന്നു, 1ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സോ ഹൂ ഈസ് ദിസ്? ഇതെന്താ സംഭവിച്ചത്? ഇതാരാണത്? ഇതാ ഇവിടെയുള്ള ഫ്ലിപ്പ് അല്ലേ? ഐ എം സോറി, നോ ഇറ്റ്സ് നോട്ട്. ദ അതർ വൺ. ഓക്കെ, so we'll be getting അതായത് 1ഉം 4ഉം ആണ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നത്, 2ഉം 3 ഇന്റർചേഞ്ച് ചെയ്യും. so we'll be getting the flip about this one. so എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയ a ക്യൂബ് b തന്നെയാണ്. am I right? look at a cube b. Yes, sir. yeah, so we'll be getting that. അപ്പോൾ ബി എ എന്ന് പറഞ്ഞാൽ a ക്യൂബ് b ആണ് എന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബി എ ക്യൂബ് b ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി എ ആണ്. അതിലെ ആദ്യത്തെ ബി എക്ക് പകരം നമുക്ക് എ ക്യൂബ് ബി എന്ന് എഴുതാം. അപ്പൊ അത് എ ക്യൂബ് ബി എ ആവും. ഇനി ഈ വരുന്ന ഈ ബി എക്ക് പകരം നമുക്ക് എ ക്യൂബ് ബി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എ റേസ് ടു 6b വരും. അപ്പൊ അതായത് നമുക്ക് എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്. അപ്പൊ എ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആവും. അപ്പൊ നമുക്ക് എ സ്ക്വയർ ബി എന്ന് വരും. അപ്പൊ ബി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി തന്നെയാണ്. പുതിയ എലമെന്റ് കിട്ടുന്നില്ല എന്ന് ആണ് ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? Yes, sir. അതുപോലെ ബി എ ക്യൂബ്. അപ്പൊ ഈ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് ബി എ ഈക്വൽ ടു എ ക്യൂബ് ബി എന്നും എ റേസ് ടു 4 ഈക്വൽ ടു ഐഡന്റിറ്റി എന്നും ബി സ്ക്വയർ ഈക്വൽ ടു ഐഡന്റിറ്റി എന്നും കിട്ടിയാൽ നമുക്ക് ബാക്കി എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ബി എ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എ സ്ക്വയർ എന്ന് എഴുതാം. ഓൾറെഡി ബി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബി എ സ്ക്വയറിന് പകരം എ സ്ക്വയർ ബി എന്ന് എഴുതുന്നു. ദെൻ ഈ ബി എ എന്നുള്ളതിന് പകരം എ ക്യൂബ് ബി എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് എ റേസ് ടു 5b എന്ന് വരും. എ റേസ് ടു 4 ഐഡന്റിറ്റി ആയതുകൊണ്ട് ഇത് എ ബി എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Is that okay? So what my point is that okay? Yes, sir. So the Yes, point is that the elements of D4 are E, A, A square, A cube, B, AB, A square B, A cube B, where BA equal to A cube B, and who is A?
A is rotation by 90 degree and B is flip about the vertical axis. Is that okay? Yes, sir. അപ്പോൾ generally rigid motions of a regular polygon എന്നുള്ളത് ഇങ്ങനെ ഒരു റെഗുലർ പോളിഗൺ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ റൊട്ടേഷൻ ബൈ 360 by n ഡിഗ്രി വരുമ്പോൾ കിട്ടുന്നതിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുക. സോ എ ഈസ് 1 2 up to n. വെർട്ടിക്കൽ ആക്സിസിലുള്ള ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിലുള്ള ഫ്ലിപ്പിനെ നമ്മൾ ബി എന്ന് നൊട്ടേഷൻ കൊടുക്കുക. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ സ്ക്വയറിലും ഈക്വലാറ്ററൽ ട്രയാങ്കിളിലും അത് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ 1 കൊടുക്കുന്നു, 2 ഞാൻ വരച്ചു വരുമ്പോൾ അത് ഫിഗർ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും 2 3 4 5. സോ ഇത് റെഗുലർ പെന്റഗൺ ആണ്. ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്. ആ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും നമുക്ക്? 2 5 3 4. Exactly. It will be 2 5 3 4. അതേസമയം നമ്മൾ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? Call it as 6. Okay, so this will be the vertical axis. So what will be you are getting? ആ കേസിൽ ബി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? ഇറ്റ് വിൽ ബി 2 6 into 3 5. അപ്പൊ ജനറലി നമുക്ക് എന്ത് പറയാൻ കഴിയും? റെഗുലർ എൻഗൺ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് നമ്മൾ 2n എന്ന് കൊടുക്കണം, അല്ലേ? Am I right? Then 3n-1 etc. അങ്ങനെ എഴുതി പോകണം. അത് അവസാനിക്കും കേട്ടോ. ദാറ്റ് വിൽ എൻഡ്. അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എവിടെ അവസാനിക്കുക എന്നുള്ളത് പറയാനായിട്ട് കഴിയുക. ഈസ് ദാറ്റ് ഓക്കെ? Okay, sir. Yes, sir. ഈ ബിയുടെ ഓർഡർ എന്തായിരിക്കും? അല്ലെങ്കിൽ ബി ഒരു തവണ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Identity. തീർച്ചയായിട്ടും ഐഡന്റിറ്റി കിട്ടും. കാരണം അത് ഫ്ലിപ്പ് ആണല്ലോ. ഫ്ലിപ്പ് ഇങ്ങോട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്. ഓക്കെ, മറ്റൊരു കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നത്, അപ്പോൾ നമുക്ക് ഇതിനകത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എ റേസ് ടു n-1 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം എ എന്ന് പറയുന്നത് 360 by n ഡിഗ്രി റൊട്ടേഷൻ ആണ്, എ സ്ക്വയർ എന്ന് പറയുന്നത് 360 by 2 ഡിഗ്രി ആണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ എ റേസ് ടു കെ ബികളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുപോലെ ഒരു എ റേസ് ടു കെ പോലും എ റേസ് ടു കെ ബിയോട് ഈക്വൽ ആവില്ല. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല നമുക്കറിയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, അതായത് നമ്മൾ 2 റിജിഡ് മോഷൻസ് കൺസിഡർ ചെയ്തിട്ട് റിജിഡ് മോഷൻ ഫോളോഡ് ബൈ അനദർ റിജിഡ് മോഷൻ വിൽ അഗെയിൻ ബി എ റിജിഡ് മോഷൻ. അതുപോലെ റിജിഡ് മോഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് സെറ്റ് ഓഫ് റിജിഡ് മോഷൻസ് ഓഫ് എ റെഗുലർ എൻഗൺ ഫോംസ് എ ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ എലമെന്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു എ റേസ് ടു കെ ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ റേസ് ടു എ സ്ക്വയർ ബി എന്ന് പറയുന്നത് എ ക്യൂബ് ബിയോട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ലോ പ്രകാരം എ സ്ക്വയറും എ ക്യൂബും സെയിം ആണെന്ന് കിട്ടും. അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഈ എലമെന്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഈ റെഗുലർ എൻഗണിനെ സംബന്ധിച്ചിടത്തോളമുള്ള റിജിഡ് മോഷൻസിനെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ കഴിയുക? നമ്മൾ സ്ക്വയറിലും ഈക്വലാറ്ററൽ ട്രയാങ്കിളിലും പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന്? ഐഡന്റിറ്റി ഉണ്ടാവും, അല്ലേ? എ ഉണ്ടാവും, എ സ്ക്വയർ ഉണ്ടാവും, എക്സിട്ര എ റേസ് ടു n-1. പിന്നെ ബി, എ ബി, എ സ്ക്വയർ ബി, എക്സിട്ര എ റേസ് ടു n-1 ബി. ഓക്കെ,
Okay, sir. ഈ അവിടെ ബി എ എന്തായിരിക്കും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വി വിൽ പ്രൂവ് ദാറ്റ്. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കൂ. E raised to n minus 1b. Exactly. How did you get that, or how did you predict that? Get that എന്നുള്ളത് നമുക്ക് ചെയ്യാം. How did you predict that? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ ബി എ എന്ന് പറയുന്നത് എന്തായിരുന്നു? A cube b. A square b എ ആയിരുന്നു. സ്ക്വയർ ബി ആയിരുന്നു. റിജിഡ് മോഷൻ ഓഫ് എ സ്ക്വയറിന്റെ കാര്യത്തിൽ ബി എ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ക്യൂബ് ബി ആയിരുന്നു, അല്ലേ? അതുകൊണ്ട് we expect that BA equal to A raised to n minus 1B, and what you said is absolutely okay. അത് ഞാൻ ഈ സ്ക്വയറിന്റെ കാര്യത്തിൽ നമുക്ക് കാണാം, ജനറലിയും കാണാം കേട്ടോ. സ്ക്വയറിന്റെ കാര്യത്തിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അതിനെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വേർ ഇസ് ദാറ്റ്? യാ, ലുക്ക് അറ്റ് ദിസ്. നോക്കൂ, ബി എ ബി എന്താന്ന് നോക്കുക. ബി എ അല്ല ഞാൻ നോക്കുന്നത്, ബി എ ബി ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ആദ്യം 1 2 3 4ലാണ് ബി അപ്ലൈ ചെയ്തു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസിലുള്ള ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. പിന്നെ എ, അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അങ്ങനെ കിട്ടി. പിന്നെ അഗെയിൻ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്തപ്പോൾ ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? Okay, sir. നോക്കൂ, അപ്പൊ നമുക്ക് ബി എ ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണ് എന്ന് കിട്ടി. അതായത് ഈ 90 ഡിഗ്രി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പകരം ഇത് അവസാനം കിട്ടിയത് എന്താ? 270 ഡിഗ്രി റൊട്ടേഷൻ ആണ്. അതല്ലേ എയുടെ ഇൻവേഴ്സ്? എ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി റൊട്ടേഷൻ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി റൊട്ടേഷൻ. അതല്ലേ ഇത്? അല്ലെങ്കിൽ -90 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാലും മതി. So this is nothing but A inverse. Am I right? Yes, sir. Yes, sir. അപ്പോൾ ബി എ ബി എന്ന് പറഞ്ഞാൽ A inverse ആണ്. പക്ഷേ A inverse എന്ന് പറഞ്ഞാൽ എന്താണ്? A ക്യൂബ് ആണ്. കാരണം A raised to 4 ഐഡന്റിറ്റി ആണ്. സ്ക്വയറിന്റെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എ ബി എന്ന് പറയുന്നത് A ക്യൂബ് ആണ് എന്ന് കിട്ടും. ഇനി ഈക്വേഷന്റെ രണ്ട് സൈഡിലെയും റൈറ്റ് സൈഡിൽ ബി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ബി എ ബി സ്ക്വയർ എന്നും റൈറ്റ് സൈഡിൽ എ ക്യൂബ് ബി എന്നും വരും. പക്ഷെ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എഴുതിയിട്ടുണ്ട് ബി എ ബി ബി ഈക്വൽ ടു എ ക്യൂബ് ബി, അതായത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എ ഈക്വൽ ടു എ ക്യൂബ് ബി എന്ന് കിട്ടും. ഇസ് ദാറ്റ് ഓക്കെ? Yes, sir. ജനറലി എന്താണ് സംഭവിക്കുക? അത് ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതാണ് അതിന്റെ ഒരു പാർട്ട് കേട്ടോ. നമുക്ക് മുഴുവൻ വരയ്ക്കാൻ പറ്റൂല. ഇതിന്റെ ഒരു പാർട്ട് ഇതാണെന്ന് കരുതി. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഈ സ്ക്വയറിന്റെ കാര്യത്തിൽ ചെയ്ത പോലെ ബി എ ബി എന്താണെന്ന് കേട്ടോ നോക്കുന്നേ. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ നോക്കൂ, ഈ 2ഉം എന്നും ഇന്റർചേഞ്ച് ചെയ്യും, 3ഉം n - 1ഉം ഇന്റർചേഞ്ച് ചെയ്യും, ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ അതില് 360/n ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കും. അതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് ഒരു പൊസിഷൻ അങ്ങ് ചേഞ്ച് ചെയ്യും. ഇവിടെ 1 ആവും, ഇവിടെ n ആവും, അങ്ങനെ പോയി ആദ്യത്തെ ആളെ 360/n ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അവസാനത്തെ ആളെ എന്ത് വെച്ച് കഴിഞ്ഞാൽ 360/n ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ ഇൻവേഴ്സ് ആണിത്. ആദ്യത്തെ ആളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആളെ 90 ഡിഗ്രി റൊട്ടേറ്റ്, 90 അല്ല 360/n ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിന്റെ ഇൻവേഴ്സ് ആണത്. ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. അതായത് നമ്മൾ ഈ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് കിട്ടുകയാണ്. ഇവിടെ ബി എ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ബി എ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇവിടെയാണ് അത് എഴുതിയേക്കണേ കേട്ടോ. നമ്മൾ ബി എ ബി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ബി കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബിയും ബി ഇൻവേഴ്സും സെയിം ആണ്. അപ്പോൾ ബി ഇൻവേഴ്സ് കൊണ്ടോ ബി കൊണ്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി എ ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് വരും. അതായത് ബി എ ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് വരും. പക്ഷെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു n - 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി എ ഈക്വൽ ടു എ റേസ് ടു n - 1 ബി എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ആ എക്സ്പ്രഷൻ കിട്ടിയാൽ
നമ്മൾ സ്ക്വയറിന്റെ കാര്യത്തിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തതുപോലെ ബാക്കി എല്ലാ ഇവാലുവേഷൻസും നമുക്ക് ഈ ഫാക്റ്റുകൾ ഉപയോഗിച്ച് കിട്ടും. അതായത് എ റേസ് ടു എൻ ഐഡന്റിറ്റി ആണെന്നും ബി സ്ക്വയർ ഐഡന്റിറ്റി ആണെന്നും ബി എ എന്നത് എ റേസ് ടു എൻ മൈനസ് 1 ബി ആണ് എന്നുള്ളതും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ what we say is that we have a complete description of the group of rigid motions of a regular n-gun in terms of the elements A and B. എന്താണ് ആ complete information? The elements of that group are E, A square, etc., A raised to n minus 1, then B, A, B, A square, etc., A raised to n minus 1, B, where you have A raised to n equal to identity, B square equal to identity, and BA equal to A inverse B, or BA equal to A raised to n minus 1 B. അതുകൊണ്ടാണ് നമുക്ക് സ്ക്വയറിന്റെ കാര്യത്തിൽ നമ്മൾ A raised to 4 equal to E, B square equal to E, BA equal to A cube B എന്നും ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ A cube equal to E, B square equal to E, BA equal to A square B എന്നും എഴുതിയത്.